ഒരാള് ചോദിക്കണോ? ചോദിക്കണ്ട. ഉണ്ട്. ഓക്കെ. അപ്പൊ അത് കിട്ടി കഴിഞ്ഞിട്ട് ശരിക്കും കിട്ടുന്നതിന് മുമ്പ് ഞാൻ ഇത് കിട്ടിയിട്ട് ഇന്ന് ചെയ്യണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു സമയത്ത്? ഇല്ല. ആ സമയത്ത് അന്നൊക്കെ എനിക്ക് ഫസ്റ്റ് റവന്യൂ കിട്ടുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. വീട്ടു ചെലവ് കുറെ കിടപ്പുണ്ട്, പിന്നെ കടം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത്താക്ക് ആ സമയത്ത് ചെലവ് നോക്കുന്ന ഉത്തരവാദിത്തമായിട്ടുള്ള ഒരു മകളാണ് എന്നാണ് പറഞ്ഞു തരുന്നത്. അങ്ങനെയാണോ? ഓഫ് കോഴ്സ്. അതിനൊരു ചോദ്യം ചോദിക്കണോ? എന്റെ വാപ്പാക്ക് അറ്റാക്ക് വന്നായിരുന്നു. പുള്ളിക്ക് 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ 2 സർജറി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പൊ അത്ത ജോലിക്കൊക്കെ പോയിട്ട് കുറെ ഞാൻ വാപ്പ 7 മാസമൊക്കെ അത്ത പോയിട്ട്. അത്താക്ക് മീൻസ് പിന്നെ അത്താക്ക് പോവാൻ പറ്റാത്ത അത്ര കിടപ്പായിട്ടുള്ള കണ്ടീഷൻ ഒന്നും അല്ല. പിന്നെ വിടാനാണെങ്കിൽ നമുക്ക് ആവശ്യം അൽഹംദുലില്ലാഹ് ഉണ്ടല്ലോ. റിച്ച് ഡോട്ടർ റിച്ച് ഡോട്ടർ ഒന്നും അല്ല. വാപ്പായും ഉമ്മായൊക്കെ നോക്കാൻ പറ്റുന്ന ഒരു ലെവലിൽ പഠിച്ചാൽ നമുക്ക് തരുന്നുണ്ടല്ലോ അൽഹംദുലില്ലാഹ്. അപ്പൊ പിന്നെ വയ്യാത്തൊരു മനുഷ്യനെ പറഞ്ഞു വിടണ്ടെന്നുള്ളൊരു തോന്നലാണ്. തലയുടെ മേലൊരു വട്ടം കാണുന്നു. ഇപ്പൊ ഇത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം. സിബ്ലിങ്സ് ഇപ്പൊ വേറെ ആരൊക്കെ ഉള്ളപ്പോ? അനിയൻ. അപ്പൊ മൂത്ത ആളാണ്. കുറെ കൂടി ഉത്തരവാദിത്തം ആയിക്കോടും. എന്നിട്ട് ഫസ്റ്റ് ചെയ്ത കാര്യം എന്തായിരുന്നു? അപ്പൊ അങ്ങനെ എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞില്ലേ അത്താക്ക് ഒരു സർജറിയും കൂടെ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ വേറെ എന്തൊക്കെയോ ചെലവുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അല്ലാതെ എനിക്കിത് കൂട്ടി വെച്ചിട്ട് എനിക്ക് നാളെ ഒരു ക്യാമറ അങ്ങനെ ഒന്നും ചിന്തിക്കാനുള്ള ഒരു ലെവലിലല്ലായിരുന്നു ഞാനപ്പോ. എന്നിട്ട് ഇപ്പൊ ചിന്തിച്ചു തുടങ്ങിയോ? ഇല്ല, ഇപ്പോഴും ചിന്തിച്ചിട്ടില്ല. ഇത് വരുന്നതൊക്കെ എന്താ ചെയ്യുന്നത്? ഈ ചൊറക്കം കൊള്ളാലോ. എന്ത് ചെയ്തു? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ വലിയ പ്ലാനിങ് ഒന്നും ഇല്ല. എനിക്ക് ഇന്നത് വാങ്ങിക്കണമെന്നൊന്നും ഇല്ല. നാളെ സമയത്ത് എന്തെങ്കിലും പൈസ ഇരുന്നിട്ട് എനിക്ക് ഇപ്പൊ ഒരു ക്യാമറ വാങ്ങിക്കണമെന്ന് തോന്നുവാണെങ്കിൽ അപ്പൊ ഞാൻ പോയി വാങ്ങിക്കും. അപ്പൊ ഇപ്പൊ ആരാ ചെയ്യുന്നത്? സെൽഫ് ആയിട്ട് തന്നെയാണോ അത് വേറെ ക്യാമറ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഫോണിൽ തന്നെയാണോ എല്ലാം എടുക്കുന്നത്? അനിയ ഹെൽപ്പ് ചെയ്യോ? ഈ ഇത് വന്നു കഴിഞ്ഞ ശേഷം ഇപ്പൊ കുറെ പ്രൊഡക്ട്സ് കുറെ ബ്രാൻഡ്സ് ഒക്കെ കൊളാബായിട്ട് ചെയ്യാൻ വേണ്ടിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവല്ലോ. അപ്പൊ എങ്ങനെയാ ശരിക്കും ഇത് ഡീൽ ചെയ്ത് തുടങ്ങുന്ന? എല്ലാം കൊളാബ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. എന്താ ശരിക്കും ഇതിലത്തെ ഒരു ബെനിഫിറ്റ്സ് എന്താ? ശരിക്കും എമൗണ്ട് എന്നുള്ള രീതിയിലേക്കല്ല ഉദ്ദേശിച്ച് നമുക്ക് ഈ ഒരു ബ്ലോഗർ എന്നുള്ള ബ്യൂട്ടി ബ്ലോഗർ എന്നുള്ള രീതിയിലേക്ക് എന്താ ഹെൽപ്പ് ചെയ്യുന്നത്? ശരിക്കും നമുക്ക് ഒരുപാട് പ്രോഡക്ട്സ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് അല്ലാതെ കിട്ടും. നമുക്കപ്പോ ട്രൈ ചെയ്ത് നോക്കാം. അതിന്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് അൺബോക്സിംഗ് നമുക്ക് പേഴ്സണലി യൂസ് ചെയ്യാം. നമുക്ക് ഒരിക്കലും ഇപ്പം എല്ലാ ബ്രാൻഡിന്റെ എല്ലാ പ്രൊഡക്റ്റും ഒന്നും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പൊ കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, പൈസ കൊടുക്കാണ്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാം ഏതാ നല്ലത് എന്നുള്ള രീതിയിൽ നോക്കാം. നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം. അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷമാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ഇപ്പൊ ഓരോ പ്രൊഡക്ട്സിനെ കുറിച്ച് പറയുമ്പോഴാണെന്നുണ്ടെങ്കിലും പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതൊക്കെ ഇപ്പോഴല്ലേ ശീലായ, അല്ലെങ്കിൽ പണ്ട് പണ്ടത്തെ ആൾക്കാരൊന്നും ഉപയോഗിച്ചിരുന്നില്ലല്ലോ. ഇപ്പൊ അവരുടെ സ്കിന്നാണെങ്കിലും അവരിതിനാണ് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ എന്നുള്ള സാധനം വരുന്നുണ്ട്. ഇതേ ചോദ്യം കുറെ ജാസ്മിന് വന്നിട്ടുണ്ടാവും തോന്നുന്നു. ഉണ്ട്. അവരോടൊക്കെ പറയാനുള്ള ഒരു മറുപടി എന്താ? പണ്ട് എന്റെയൊക്കെ വാപ്പായൊക്കെ പറയാറുണ്ട്. വാപ്പായും വാപ്പാടെ വാപ്പായൊക്കെ വാപ്പാടെ വാപ്പ പറയുമല്ല, മീൻസ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പറയാറല്ലോ. നമ്മള് പണ്ട് സ്കൂളിൽ പോകുന്നത് നടന്നായിരുന്നു, ചെരുപ്പില്ലായിരുന്നു, ഒരു നിക്കറ് മാത്രം ഇട്ട്. ഇപ്പൊ പോവോ? നിക്കറിട്ട് പോവോ? നിക്കറിട്ട് ചെരുപ്പിടാണ്ട് ഇത്രയും കിലോമീറ്റർ നടന്ന് പണ്ടത്തെ പോലെ പോവോ? പോകുന്ന സ്കൂളുകളും സാഹചര്യങ്ങളും ഉണ്ട്. പക്ഷെ പണ്ട് ഒരു 95% ആൾക്കാരും അങ്ങനെ പൊക്കോണ്ടിരുന്നവരാണെന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു 5% പോണുള്ളൂ.